ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞവരെ, ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നു. ഇത് നമ്മൾക്കറിയാവുന്ന സത്യമാണ്. എങ്കിലും ചിലപ്പോഴെങ്കിലും നമുക്കൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ വ്യവസ്ഥയില്ലാതെ എന്നെപ്പോലൊരു മനുഷ്യനെയും സ്നേഹിക്കുന്നുണ്ടോ? അതിന് കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് നന്നായി അറിയാം എന്നത് തന്നെയാണ്. നമ്മുടെ ബലങ്ങളും പരിമിതികളും ബലഹീനതകളുമൊക്കെ തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ ചോദിച്ചു പോകും, എന്നെയും ദൈവം സ്നേഹിക്കുന്നുണ്ടോ? പാദ്രെ പിയോയെ സ്നേഹിച്ചതുപോലെ, ഫ്രാൻസിസ് അസീസിയെ സ്നേഹിച്ചതുപോലെ. ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഈ ക്രിസ്മസ് കാലം നമുക്ക് നൽകുന്നുണ്ട്. അത് ഇടയന്മാർക്ക് ആദ്യമായിട്ട് മിശിഹ ഭൂജാതനാകുന്നു എന്ന സന്ദേശം നൽകുന്നതിലൂടെയാണ് നമുക്ക് ദൈവം നൽകുന്നത്. ഇടയന്മാർക്ക് എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് ക്രിസ്തു ഭൂജാതനായതിൻ്റെ സന്ദേശം ലഭിച്ചത്? ഒരുപാട് ധ്യാനങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊന്ന് വായിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരു ചിന്ത ഇതായിരുന്നു: ഇടയനായ ദാവീദിനെ രാജാവായി തിരഞ്ഞെടുത്ത ദൈവം ആ ദാവീദിൻ്റെ കുലത്തിൽ നിന്ന് വരുന്ന രക്ഷകനെക്കുറിച്ചുള്ള സന്ദേശം ഇടയന്മാരെ അല്ലാതെ പിന്നെ ആരെയാണ് ആദ്യം അറിയിക്കുക? അതുകൊണ്ട് തന്നെ ആവണം ക്രിസ്തുവിന് ഇടയന്മാരോടും ആടുകളോടുമൊക്കെ ഒരു വലിയ സ്നേഹമുണ്ടായിരുന്നു. അവൻ തന്നെയും തൻ്റെ പിന്തുടർച്ചക്കാരെയും ഒക്കെ അടയാളപ്പെടുത്തിയത് ഇടയൻ എന്നുള്ള സങ്കല്പം ഉപയോഗിച്ച് തന്നെ ആയിരുന്നു. എന്നാലും നമ്മൾ സാധാരണയായി ധ്യാനിക്കുന്ന കാര്യം തന്നെയാണ് ഇടയന്മാരെക്കുറിച്ച്. എന്തുകൊണ്ട് ഇടയന്മാർക്ക് ആദ്യം സന്ദേശം നൽകി എന്നതിന് നമ്മൾക്ക് ആശ്വാസം പകരുന്നത്. ഇടയന്മാരെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, അവർ അന്നത്തെ സാമൂഹിക ശ്രേണിയിൽ ഒട്ടും സ്ഥാനമില്ലാത്തവരായിരുന്നു. സാമൂഹികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർ. മതപരമായിട്ടുള്ള ആചാരങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ മതപരമായിട്ടും അശുദ്ധി കൽപ്പിക്കപ്പെട്ട് അകറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. ഇവരോടാണ് ദൈവം തൻ്റെ പുത്രൻ ജാതനാകുന്നത് ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നത്. ഇതെന്നോട് പറയുന്നത് എന്താണ്? ആർക്കും ദൈവം ഒരുപാട് അകലെയല്ല. നമ്മുടെ സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയോ നമ്മുടെ മതപരമായ വിശ്വാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയോ ഒന്നും ദൈവത്തിന് നമ്മിലേക്ക് എത്താനായിട്ട് ഒരു തടസ്സമല്ല. അതിനർത്ഥം ഞാൻ എല്ലാ കാര്യങ്ങളും, വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യതയോടുകൂടി ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്നെ ഒരുപാടധികം സ്നേഹിക്കുന്നുവെന്നോ, ഞാൻ ഇതിലൊക്കെ പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് ദൈവം എന്നെ ഒട്ടും സ്നേഹിക്കുന്നെന്നോ എന്നർത്ഥമില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ പൂർണ്ണരോ അപൂർണരോ ആയിക്കൊള്ളട്ടെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം: ഈ സ്നേഹം സ്വീകരിക്കുക. ഈ സ്നേഹത്തിന് ദൈവത്തിനോട് മറുപടി പറയുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. അതിനൊക്കെ ദൈവം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആരെങ്കിലുമൊക്കെ സ്നേഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ എനിക്കും സ്നേഹിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ വെളിപ്പെടുത്തലുകളും, പ്രാർത്ഥനയും പരിശുദ്ധ ബലിയുമൊക്കെ. ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഇതൊക്കെ അനുഭവിക്കുവാനും വ്യക്തിപരമായിട്ടുള്ള ബോധ്യമാകുവാനുമായിട്ടൊക്കെ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം: നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല, ദൈവത്തിനും അത് അവകാശപ്പെട്ടതാണ്. ദൈവം എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് ഞാൻ കൊടുക്കേണ്ട നീതിയുണ്ട്. ധാർമ്മിക ശാസ്ത്രത്തിലൊക്കെ അതിനെക്കുറിച്ച് ദ വിർച്യൂ ഓഫ് റിലിജൻ എന്ന് പറയും. എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടനത്തിലൂടെ ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന നീതി. അതിലാണ് നമ്മുടെ പ്രാർത്ഥനയും കൂദാശകളുമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാം, എത്ര കുറവുകളുണ്ടായാലും എന്ത് പരിമിതി ഉണ്ടായാലും വിശ്വാസപരമായിട്ട് ഞാൻ പിന്നോക്കമാണെങ്കിലും ഒക്കെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് നമുക്ക് പറയാം, ഞാനും നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഒന്ന് സ്നേഹിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ അകന്നു പോകും. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.